നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ചക്കക്കുരു. അന്നേരം ചക്കക്കുരു വെച്ചിട്ട് നമുക്കൊരു തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി എന്നും പറയാം. കാരണം ഇത് ഞാൻ അരച്ചൊന്നും ഇടുന്നില്ല. ജസ്റ്റ് തേങ്ങ ചിരകി ഡയറക്റ്റായിട്ട് ഇടുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. പക്ഷേ അതിൻ്റെ ആ ബ്രൗൺ കളറിലെ ആ പോർഷൻ ഇല്ലേ, അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളതെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. പണ്ടൊന്നും എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനത് ക്ലീൻ ആക്കിയിട്ടായിരുന്നു ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഈ തോരൻ വെക്കുന്നത്. പക്ഷേ ഇത് ഇത് ചിരണ്ടി കളയാനെ കൊണ്ടും കുറേ സമയം എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ട, എളുപ്പമായി എന്നാൽ നല്ല ഹെൽത്തിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് സവോള, കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി ഒന്ന് വൃത്തിയാക്കി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കുക. എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഈ ചക്കക്കുരു ഇല്ല, നമ്മൾ ആ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ചക്കക്കുരുവിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള, കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ തേങ്ങ, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. തേങ്ങയും കൂടെ ഇട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ പച്ച വെളിച്ചെണ്ണയില്ലേ അതും കൂടെ ചേർത്ത്, പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരം അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്കക്കുരു തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കണേ. ഓക്കെ, ബൈ.